തീപിടുത്തമുണ്ടായ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിലെ അന്വേഷണ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകൾ. ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ മാത്രം 177 നിർമ്മാണ പിഴവുകളാണ് പൊതുമരാമത്ത് വകുപ്പ് കണ്ടെത്തിയത്. മെയ് 2-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് രോഗികളെ മാറ്റിയത്. പിന്നാലെ മെയ് 7-നും അത്യാഹിത വിഭാഗത്തിലെ 6-ാം നിലയിൽ നിന്ന് പുക ഉയർന്നു. ഇതോടെ ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിന്റെ ഇലക്ട്രിക്കൽ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കെട്ടിട നിർമ്മാണത്തിൽ ഗുരുതര പിഴവുകളുണ്ടായതായി കണ്ടെത്തിയത്. തീയും പുകയും നിയന്ത്രിക്കാനുള്ള ഫയർ ഡാമ്പർ പ്രവർത്തനക്ഷമമായിരുന്നില്ല. UPS-ഉം ബാറ്ററികളും സ്വിച്ചുകളും പാനലുകളും സ്ഥാപിച്ചതിൽ പിഴവുണ്ടെന്നും ഇവ സ്ഥാപിച്ചത് ഇടുങ്ങിയ വായുസഞ്ചാരമില്ലാത്ത മുറികളിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. താപനില നിയന്ത്രിക്കാനുള്ള കൂളിംഗ് സംവിധാനമില്ല. ഫാൻ കോയിൽ യൂണിറ്റ് UPS-ന്റെ തൊട്ടുമുകളിലാണ് സ്ഥാപിച്ചത്. ഇതിൽ നിന്ന് വെള്ളം ചോർന്ന് UPS-ലേക്ക് വീണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 2023-ലും 2024 പരിശോധന നടത്തിയിരുന്നു. അന്നൊക്കെ ഈ പിഴവുകൾ PWD ഇലക്ട്രിക്കൽ വിഭാഗം ചൂണ്ടിക്കാട്ടുകയും അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെന്നും റിപ്പോർട്ടിലുണ്ട്. മെയ് 18-ന് നടത്തിയ പരിശോധനയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നും വ്യക്തമായി. തീപിടുത്തമുണ്ടായി 2 മാസം കഴിഞ്ഞിട്ടും കെട്ടിടത്തിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നില്ല എന്നും ആരോപണങ്ങൾ ഉയർന്നുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.